എങ്കിലും നിങ്ങൾക്ക് നമ്മുടെ സഭയുടെ തനിമ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മലയാളം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഐഡൻറ്റിറ്റി ഓഫ് ദ ചർച്ച്. വാട്ട് ഈസ് ദി ഒറിജിനാലിറ്റി ഓഫ് ദ ചർച്ച്? വാട്ട് ഈസ് ദി ഐഡൻറ്റിറ്റി ഓഫ് ദ ചർച്ച്? അത് നമ്മുടെ OBBS ക്ലാസ്സിൽ നിന്ന് ലഭിക്കണം. ഞാൻ പറഞ്ഞതുപോലെ കുടുംബങ്ങളിൽ നിന്നാണ് കൂടുതലും അത് കിട്ടേണ്ടത്. ഞാൻ സാധാരണ പോകുന്നിടത്തൊക്കെ പറയാറുണ്ട്, ഇവിടെ ഇരിക്കുന്ന അധ്യാപകർ പിതാക്കന്മാരാരെയും കാണുന്നില്ല, മാതാക്കൾ കുറച്ച് പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ കൊടുത്തേ മതിയാവുകയുള്ളൂ. ഞാൻ പോകുന്നിടത്തൊക്കെ പറയുന്നുണ്ട്, ആർക്കെങ്കിലും പ്രയോജനപ്പെടുത്തി വിട്ടിരിക്കുന്ന അമ്മമാർക്കും അധ്യാപികമാർക്കും വേണ്ടി പറയുക, 5 വയസ്സ് വരെ കുഞ്ഞിന് 3 കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കണം. ഒന്ന്, നിങ്ങൾ പ്രാർത്ഥന കൊടുക്കണം. നിങ്ങൾ മടിയിലിരുത്തി 5 വയസ്സ് വരെ കുഞ്ഞിന് പ്രാർത്ഥന കൊടുക്കണം. നിഷ്കളങ്കമായ പ്രാർത്ഥന കൊടുക്കണം. So give prayer mind to the younger minds of your child. So you imbibe and give the prayer minds. ഒരു പ്രാർത്ഥന മനസ്സ് കുഞ്ഞുങ്ങളിലേക്ക് നിങ്ങൾ സംവേദിക്കണം. മടിയിലിരുത്തി കണ്ണീരോട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കണ്ണുനീര് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴണം. അങ്ങനെ വീണിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഒരുപക്ഷേ ഞാനൊരു മെത്രാപ്പൊലീത്ത ആകുവാൻ എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക. കുഞ്ഞിനെ മടിയിലിരുത്തി കണ്ണീരോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. രണ്ടാമത് കൊടുക്കേണ്ടത്, നിങ്ങൾ നിറഞ്ഞ സ്നേഹം കൊടുക്കണം. യാന്ത്രിക സ്നേഹമല്ല. So you should give the original love, not the mechanical love. യഥാർത്ഥ സ്നേഹം കൊടുക്കണം. മൂന്നാമത് അമ്മിഞ്ഞപ്പാലും കൊടുക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അഫെക്ഷൻ, നിങ്ങളോട് മാതൃത്വത്തോടൊരു അഫെക്ഷൻ ഉണ്ടാകണമെങ്കിൽ അമ്മിഞ്ഞപ്പാലും കൊടുക്കണം. അപ്പം 3 കാര്യങ്ങൾ 5 വയസ്സ് വരെ നിങ്ങൾ കൊടുക്കണം. പ്രാർത്ഥന കൊടുക്കണം, സ്നേഹം കൊടുക്കണം, അമ്മിഞ്ഞപ്പാലും കൊടുക്കണം. 5 വയസ്സ് വരെ. 5 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെ നിങ്ങൾ കൊടുക്കേണ്ടത് പ്രാർത്ഥന കൊടുക്കണം, സ്നേഹം കൊടുക്കണം, ഉപദേശം കൊടുക്കണം. നല്ല ഉപദേശങ്ങൾ മടിയിലിരുത്തി കൊടുക്കണം. 5 വയസ്സ് വരെ പ്രാർത്ഥനയും സ്നേഹവും നല്ല ഉപദേശവും കൊടുക്കണം. 10 വയസ്സ് തൊട്ട് മുകളിലോട്ട് പ്രാർത്ഥന കൊടുക്കണം, സ്നേഹം കൊടുക്കണം, മാതൃക കൊടുക്കണം. എന്നാലേ ശരിപ്പെടുത്തുള്ളൂ. പള്ളി പോടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പള്ളി പോകാതിരുന്നിട്ട് ഒരു കാര്യമില്ല. 10 വയസ്സിന് ശേഷം ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. പള്ളിക്കകത്ത് വന്നാലും പള്ളിക്കകത്ത് നിന്ന് കണ്ണുനീരോടെ ആരാധനയിൽ ഹൃദയം സമർപ്പിക്കുന്ന നിങ്ങളുടെ കുഞ്ഞ് കാണണം. മാതൃക കൊടുക്കണം. അതുകൊണ്ട് മാതാപിതാക്കന്മാർ അധികമില്ലെന്ന് എനിക്കറിയാം. പിതാക്കന്മാരാരുമില്ല, മാതാക്കൾ 3-4 ഉണ്ട്, പിന്നെ അധ്യാപികമാരുണ്ട്. അതുകൊണ്ട് നിങ്ങളോടാണ് ഞാനിത് ആദ്യമേ പറയുന്നത്. അതുകൊണ്ട് ഇത് കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ശരിയാകും. അല്ലാതെ മാതൃകയില്ലാതെ ഞാൻ ഒന്നും പറയുന്നില്ല. ഒരു ദൈവികതയില്ലാതെ വെറും ലൗകികമായി ആന്തരികമായി ആധ്യാത്മികത, അതാ മക്കളെ ഏറ്റവും പ്രധാനം. ദൈവത്തെ കണ്ണീരോടെ വിളിക്കണം. ദൈവത്തെ കണ്ണീരോടെ വിളിച്ചാൽ ബാക്കിയെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പേരോട് ഞാൻ പറയുക, ഞാൻ എൻ്റെ സ്നേഹം കൊണ്ടൊക്കെ പറയുക, ഹൃദയത്തിൽ നിന്ന് പറയുക. 5 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക, 5 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥന കൊടുക്കണം, സ്നേഹം കൊടുക്കണം, അമ്മിഞ്ഞപ്പാൽ കൊടുക്കണം. 5 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെ പ്രാർത്ഥന കൊടുക്കണം, സ്നേഹം കൊടുക്കണം, ഉപദേശം കൊടുക്കണം. 10 വയസ്സ് മുകളിലോട്ട് പ്രാർത്ഥന കൊടുക്കണം, സ്നേഹം കൊടുക്കണം, പിന്നെ ഉപദേശം കൊടുക്കണ്ട. ഒരു വാക്കുപോലും ഉപദേശം കൊടുക്കണ്ട. പിന്നെന്താ കൊടുക്കേണ്ടത്? യു ഹാവ് ടു ഗീവ് മോഡൽസ്. നല്ല മാതൃക കൊടുക്കണം. മാതൃക, ദ മോഡൽസ്, അത് കൊടുക്കണം. അതാരായിരുന്നു കൊടുക്കുന്നത്? ഈ കുഞ്ഞുങ്ങൾക്ക് എന്നാ സന്ദേശം ഇവിടെ ഈ ഇടവകയിൽ നിന്ന് കിട്ടുന്നത് എനിക്കറിയാം. ഐ ആം വെരി സോറി ഫോർ ഇറ്റ്. പോട്ടെ. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഇത്രയും കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കണ്ടതിൽ. നാട്ടിലെ നമ്മുടെ യൂണിറ്റൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചു യൂണിറ്റാണ്. ഈ കൊച്ചു യൂണിറ്റിൽ വളരെ കുറച്ച് പിള്ളേരെ കാണുന്നു. പക്ഷേ ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങളെ കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കുഞ്ഞുങ്ങളെ
നിങ്ങളെ കാണുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ നമ്മുടെ സഭയുടെ ഭാവിയാണ്. നല്ല കുഞ്ഞുങ്ങളായി നമ്മുടെ സഭയുടെ തനിമ മനസ്സിലാക്കി. മലങ്കര ഓർത്തഡോക്സ് സഭ നമ്മുടെ അമ്മയാണ്. ഞാൻ പോകുന്നിടത്തെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു തരാം, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് 3 അമ്മമാരുണ്ട്. ആരൊക്കെയാണ് നിങ്ങളുടെ 3 അമ്മമാര്? I will say, who are the 3 mothers? ഒന്നാമത്തെ നിങ്ങളുടെ അമ്മ നമ്മുടെ ഭാരതമാണ്. ഇന്ത്യ ഈസ് അവർ കൺട്രി. ഭാരത മാതാ എന്നല്ലേ പറയുന്നത്, അല്ലേ? ഭാരത മാതാ എന്നാ പറയുന്നത്. ഭാരതം നമ്മുടെ അമ്മയാണ്, നമ്മുടെ ഒന്നാമത്തെ അമ്മയാണ്. കാരണം നമ്മുടെ സംസ്കാരവും നമ്മുടെ ഭാഷയും നമ്മുടെ എല്ലാം ഇവിടുത്തെ വായു മണ്ണുമാണ് നമ്മൾ കഴിക്കുന്നത്. ഈ അമ്മ തരുന്നതാണ് ഇവിടുത്തെ വായു മണ്ണും എല്ലാം. അതുകൊണ്ട് ഭാരതം നമ്മുടെ അമ്മയാണ്. ഇന്ത്യ ഈസ് മൈ കൺട്രി. യു ഷുഡ് ബി പ്രൗഡ് ഓഫ് ഇറ്റ്. രണ്ടാമത്തെ അമ്മ നിങ്ങളെ നൊന്ത്